തമിഴിന്ന് ഒരു റോംകോം ഇപ്പൊ ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. പ്യാർ പ്രേം കാതലല്ല, അത് നമ്മുടെ ഹരീഷ് കല്യാണിന്റെ പടം. ഇത് പ്യാർ പ്രേം കല്യാണം നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു സിനിമയാണ്. ഈ സിനിമയുടെ ഡയറക്ടർ തന്നെയാണ് ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ കണ്ടതാണ്. കാരണം ഇപ്പൊ തമിഴിന്ന് വരുന്ന റോംകോം 10 പൈസയ്ക്ക് കൊള്ളാത്ത സാധനങ്ങളാണ്. അത് ചുമ്മാ ഇരുന്ന് കണ്ടതാണ്. കാരണം ഇതിന്റെ ട്രെയിലർ എനിക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ടായിരുന്നു. നൈസ് പടം, സിമ്പിൾ പടം, നൈസ് പടം. സോ ഈ സിനിമ ഡയറക്റ്റ് OTT റിലീസ് ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഇതിപ്പോ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ പടം പൊട്ടിയിട്ടുണ്ടാവും. കാരണം OTT ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. ഒരിക്കലും ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയല്ല, പ്യുവർ OTT മെറ്റീരിയൽ. നമ്മുടെ നായകൻ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ജീവിതത്തിൽ ഒരേ ഒരു അംബീഷനേ ഉള്ളൂ, പ്രേമിച്ച് കല്യാണം കഴിക്കണം. ആളുടെ തന്തപ്പിടിയായിട്ടാണ് നമ്മുടെ MS ഭാസ്കർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡാഡാണ്. ഇവര് തമ്മിലൊരു കോമ്പിനേഷൻ സീൻസ് നൈസ് ആയിരുന്നു, നല്ല രസമുണ്ട്. പിന്നീട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്, പ്രേമിക്കാൻ വേണ്ടിയിട്ട് ജോലിയൊക്കെ കളഞ്ഞ് നമ്മുടെ അണ്ണൻ നാട്ടിലോട്ട് വരികയാണ്. അവിടെ വെച്ച് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ കാണുന്നു, കല്യാണം കഴിക്കുന്നു, പ്രേമിക്കുന്നു, ഇതൊക്കെ നടക്കുന്നു. ഇതിലിപ്പോ എന്ത് പുതുമയുള്ളത്? ഇതന്നെയല്ലേ എല്ലാ അപരാധ റോംകോമിലുള്ളത്. എന്നാ പുതുമയുണ്ട്. സാധാരണ കല്യാണം കഴിഞ്ഞാൽ നേരെ നായകന്റെ വീട്ടിലോട്ടാണ് പോകാറുള്ളത്. ഇത് നായികയുടെ വീട്ടിലോട്ട് പോകും. പിന്നെ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. എനിക്ക് ഈ സിനിമയുടെ ആദ്യത്തെ കുറച്ച് പോർഷൻസ് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ഇത് മറ്റേ ഓവർ ദ ടോപ്പ് പരിപ്പ് വട അവസാനമാണ്. ഓവർ ദ ടോപ്പ് ഒരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആൻഡ് ഇറിറ്റേറ്റിംഗ് ആ. എനിക്ക് ചില സീൻസ് ഒക്കെ കലി വന്നു കണ്ടിട്ട്. എന്നാൽ പിന്നീട് ഇവരെ കല്യാണമൊക്കെ കഴിയില്ല. ആ ഒരു പോർഷൻ അവിടുന്ന് അങ്ങോട്ട് നൈസാണ്. ഈ ചെറുക്കൻ ഈ പെണ്ണിന്റെ വീട്ടിലോട്ട് പോകും. ആ പെണ്ണിന്റെ അമ്മയായിട്ട് രാധിക ശരത് കുമാറാണ്. പിന്നെ അവര് തമ്മിലുള്ള ചെറിയ കോൺഫ്ലിക്ട്സ്, അങ്ങനത്തെ പരിപാടിയൊക്കെ നല്ല രസമാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം ഫൺ പരിപാടിയാണ്. നല്ലോണം ചിരിക്കാനുണ്ട്. ഞാൻ കുറെ ചിരിച്ചു. നല്ല നല്ല മെസ്സേജസ് ഉണ്ട്, അതേപോലെ തന്നെ നല്ല നല്ല ഇമോഷണൽ സീൻസ് ഉണ്ട്. എല്ലാത്തിനും നല്ലൊരു മിക്സ്, ഗംഭീര മിക്സ് എന്നൊന്നും ഞാൻ പറയില്ല, നല്ലൊരു മിക്സ്. അങ്ങനെ നല്ലൊരു പടം.